ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഭരണഘടനയിലും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിലുമുള്ള ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് പൊതുതിരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകളുടെ കാർത്തുമ്പി കുട സംരംഭത്തിനും പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിക്കുന്ന വിജ്ഞാനോത്സവം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ കൊടുത്തു തീർപ്പാക്കുമെന്ന് മന്ത്രി GR അനിൽ. രാജ്യത്ത് പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് രവീന്ദ്ര ജഡേജ. വാർത്തകൾ വിശദമായി. ഭരണഘടനയിലും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിലുമുള്ള അചഞ്ചലമായ വിശ്വാസം വീണ്ടും പ്രകടമാക്കിയതിന് ജനങ്ങൾക്ക് മൻ കി ബാത്തിൽ നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പായിരുന്നു 2024 പൊതു തിരഞ്ഞെടുപ്പെന്നും 65 കോടി ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദശകത്തിൽ എല്ലാവരുടെയും ശ്രമഫലമായി രാജ്യത്ത് വനവിസ്തൃതി അഭൂതപൂർവമായി വർദ്ധിച്ചു. അമ്മയുടെ പേരിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പ്രചാരണം വേഗത്തിലാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. धरती माँ ही हम सबके जीवन का आधार है, इसलिए हमारा भी कर्तव्य है कि हम धरती माँ का भी ख्याल रखें। माँ के नाम पेड़ लगाने के अभियान से अपनी माँ का सम्मान तो होगा ही होगा, धरती माँ की भी रक्षा होगी। अब हमें ऐसे ही माँ के नाम पर पेड़ लगाने के अभियान को गति देनी है. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിട്ട ശ്രീ മോദി അത്തരം ഉൽപ്പന്നങ്ങൾ മൈ പ്രോഡക്ട്സ് മൈ പ്രൈഡ് എന്ന ഹാഷ്ടാഗിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിടാൻ ആവശ്യപ്പെട്ടു. അടുത്ത മാസം ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യമെന്നും അഭിപ്രായപ്പെട്ടു. 10ാമത് യോഗാ ദിനം ലോകമെങ്ങും ആവേശത്തോടെയാണ് ആഘോഷിച്ചതെന്നും അദ്ദേഹം അനുസ്മരിച്ചു. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ പൊതുതിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ പതിപ്പായിരുന്നു ഇന്ന്. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച അട്ടപ്പാടിയിലെ അമ്മമാർക്ക് സാന്ത്വനത്തിന്റെ തണലേകുന്ന കാർത്തുമ്പി കുടകളെക്കുറിച്ചും കുട നിർമ്മാണത്തെക്കുറിച്ചും ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. അട്ടപ്പാടിയിലെ ആദിവാസി അമ്മമാരുടെ വരുമാനം ലക്ഷ്യമിട്ട് തമ്പ് വനവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് 10 വർഷം മുൻപ് കാർത്തുമ്പി കുടകളുടെ നിർമ്മാണം ആരംഭിച്ചത്. തമ്പ് അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിലെ 750 അമ്മമാർക്കാണ് കുട നിർമ്മാണത്തിൽ പരിശീലനം നൽകിയത്. ഇതോടെ ഓരോ സീസണിലും 100ഓളം ആദിവാസി അമ്മമാരുടെ വരുമാന മാർഗമായി മാറുകയായിരുന്നു അട്ടപ്പാടിയുടെ സ്വന്തം കാർത്തുമ്പി ബ്രാൻഡ് കുടകൾ. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ കാർത്തുമ്പി കുടകളെക്കുറിച്ച് പറഞ്ഞത് കുടകൾക്ക് ഡിമാൻഡ് കൂട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. അതിന് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നതായി തമ്പ് വനവാസി കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന KA രാമു ആകാശവാണിയോട് പറഞ്ഞു. കാർത്തുമ്പി കൂട്ടായ്മയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്ത നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സാർക്ക് ഞങ്ങളുടെ ആദരവും അനുകമ്പയും നന്ദിയും അറിയിച്ചു കൊള്ളുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും നേരിട്ടുള്ള ഓർഡർ അനുസരിച്ചാണ് കുടകൾ നിർമ്മിച്ചു നൽകി തുടങ്ങിയതെങ്കിലും ക്രമേണ പൊതുവിപണിയിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും കാർത്തുമ്പി കുടകൾ ലഭ്യമാക്കി തുടങ്ങി. രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവുമാണ് നിലവിൽ വരുന്നത്. കഴിഞ്ഞ വർഷത്തെ ശീതകാല സമ്മേളനത്തിലാണ് പാർലമെന്റ് ബില്ലുകൾ പാസാക്കിയത്. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് വിജ്ഞാനോത്സവത്തോടെ നാളെ തുടക്കമാകും. 4 വർഷ ബിരുദത്തിന്റെ സമാരംഭവും സംസ്ഥാനതല വിജ്ഞാനോത്സവവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി R ബിന്ദു അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തെ ക്യാമ്പസുകളിലും വിജ്ഞാനോത്സവം ആഘോഷിക്കും. 3 വർഷം കഴിയുമ്പോൾ ബിരുദം നേടി എക്സിറ്റ് ചെയ്യാനും താൽപ്പര്യമുള്ളവർക്ക് 4ാം വർഷം തുടർന്ന് ഓണേഴ്സ് ബിരുദം നേടാനും ഗവേഷണത്തിൽ താൽപ്പര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം നേടാനും കഴിയുന്ന തരത്തിലുള്ളതാണ് ബിരുദ പ്രോഗ്രാമിന്റെ ഘടന. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ കൊടുത്തു തീർപ്പാക്കുമെന്ന് മന്ത്രി GR അനിൽ. സംഭരണത്തിനായി നെല്ല് കൈമാറിയാൽ 24 മണിക്കൂറിനകം പണം കർഷകർക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനം സർക്കാർ തയ്യാറാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് തിരൂർ BP അങ്ങാടിയിൽ സപ്ലൈകോയുടെ കീഴിലുള്ള മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
ഈ വർഷത്തെ വനമഹോത്സവം നാളെ മുതൽ ജൂലൈ 7 വരെ നടക്കും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് മറ്റന്നാൾ മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിക്കും. വനമിത്ര പുരസ്കാര വിതരണവും മന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ SSLC കഴിഞ്ഞ് ഉപരിപഠനത്തിന് അർഹത നേടുന്നവരുടെ നിലവാരം സംബന്ധിച്ച് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനയുടെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്താണ് വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. അക്കാദമിക മികവിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികകളിൽ സംസ്ഥാനം മുൻപന്തിയിലാണെന്നും ശ്രീ വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം കേരള, തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കോഴിക്കോട് നാദാപുരത്ത് മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്നലെ അതിഥി തൊഴിലാളിക്ക് മലേറിയ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. വർക്കല കാപ്പിൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 2 പേർ മുങ്ങിമരിച്ചു. കൊല്ലം ശീമാട്ടി സ്വദേശി അൽ അമീൻ, കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നിവരാണ് മരിച്ചത്. T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് രവീന്ദ്ര ജഡേജ. T20 ലോകകപ്പ് നേടുക എന്നത് തന്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നുവെന്നും രാജ്യത്തിനായി ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹ മാധ്യമത്തിലൂടെയാണ് രവീന്ദ്ര ജഡേജ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. മറ്റു ഫോർമാറ്റുകളിൽ തുടരുമെന്നും ജഡേജ വ്യക്തമാക്കി. ചെങ്ങന്നൂർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്തരിച്ച T ഗോപിയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്നതിനുള്ള ഉദാഹരണമാണ് ഗോപിയുടെ ജീവിതമെന്ന് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോയവരുടെ മടക്കയാത്ര നാളെ മുതൽ ആരംഭിക്കും. കോഴിക്കോട് നിന്നും യാത്ര തിരിച്ച ഹാജിമാരാണ് നാളെ മുതൽ മടങ്ങിയെത്തുന്നത്. കോഴിക്കോട്ടേക്കുള്ള ആദ്യ വിമാനം നാളെ വൈകിട്ട് കരിപ്പൂരിലെത്തും. 166 ഹാജിമാരാണ് ആദ്യ വിമാനത്തിൽ എത്തുന്നത്. രണ്ടാമത്തെ സർവീസ് രാത്രി 8:25-നെത്തും. കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കുമുള്ള വിമാനങ്ങൾ ജൂലൈ 10-ന് മടക്കയാത്ര ആരംഭിക്കും. തൃശൂർ ചാവക്കാട് ഒരുമനയൂർ ശാഖാ റോഡിൽ പൊട്ടിത്തെറി. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. ചാവക്കാട് പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2024-25 അധ്യയന വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിന്റെ അന്തിമ റാങ്ക് പട്ടികയും ഒന്നാമത്തെ അലോട്ട്മെന്റ് പട്ടികയും പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റിൽ നിലവിൽ ലഭിച്ച അലോട്ട്മെന്റും അന്തിമ റാങ്കും പരിശോധിക്കാം. അഡ്മിഷൻ എടുക്കാനും രജിസ്റ്റർ ചെയ്യാനും ജൂലൈ 4 വൈകിട്ട് 4 മണി വരെയാണ് സമയപരിധി. മലയാള സിനിമ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖ് തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റുമാരായി ജഗദീഷ്, ജയൻ ചേർത്തല എന്നിവരെയും തിരഞ്ഞെടുത്തു. കൊച്ചിയിൽ നടന്ന പൊതുയോഗത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഡോക്ടേഴ്സ് ദിനാഘോഷം നാളെ വൈകിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനയിലും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിലുമുള്ള ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് പൊതുതിരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകളുടെ കാർത്തുമ്പി കുട സംരംഭത്തിനും പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിക്കുന്ന വിജ്ഞാനോത്സവം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ കൊടുത്തു തീർപ്പാക്കുമെന്ന് മന്ത്രി GR അനിൽ. രാജ്യത്ത് പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് രവീന്ദ്ര ജഡേജ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.